ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ICT ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് യൂണിക്കോൺ ട്രേഡിംഗ് മോഡലാണ്. അത്യാവശ്യം നല്ല വിൻ റേറ്റുള്ള അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ICT എൻട്രി മോഡലാണ് ഈ ഒരു യൂണിക്കോൺ ട്രേഡിംഗ് മോഡൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എൻട്രി മോഡലിന് അത്രത്തോളം വിൻ റേറ്റ് കൂടുതലാണ്. അത്രത്തോളം വിൻ റേറ്റ് കൂടുതൽ ഉള്ള ഒരു എൻട്രി സെറ്റപ്പാണ് ഈ ഒരു യൂണിക്കോൺ ട്രേഡിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിന് മുമ്പായിട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ആക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൂടി അറിയണമല്ലോ ഇത് എത്തുന്നുണ്ടോ എന്ന്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന് നമുക്കൂടെ അറിയണമല്ലോ. അപ്പോൾ ജസ്റ്റ് കമൻ്റ് ആക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ഈ ICTയിൽ യൂണിക്കോൺ ട്രേഡിംഗ് മോഡൽ എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് യൂണിക്കോൺ ട്രേഡിംഗ് സെറ്റപ്പ്, അതുപോലെ തന്നെ ഹൗ ടു ഐഡൻറ്റിഫൈ ഇഫ് കറക്റ്റ്ലി ഓൺ ദ ചാർട്ട്, അതുപോലെ തന്നെ ചെക്കൗട്ട് സം സിമിലർ ട്രേഡിംഗ് പാറ്റേൺസ്, മൾട്ടിപ്പിൾ റിയൽ ചാർട്ട് എക്സാമ്പിൾസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ യൂണിക്കോൺ ട്രേഡിംഗ് മോഡലിൻ്റെ കൂടെ പ്ലസ് ഞാൻ മറ്റൊരു സെറ്റപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അത്യാവശ്യം നല്ല ഒരു എൻട്രി സെറ്റപ്പാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ് യൂണിക്കോൺ മോഡൽ എന്ന് നിങ്ങളറിയുക. ദ യൂണിക്കോൺ മോഡൽ ഈസ് എ ട്രേഡിംഗ് സെറ്റപ്പ് ദാറ്റ് കമ്പൈൻസ് എ ബ്രേക്കർ ബ്ലോക്ക് വിത്ത് ആൻ ഓവർലാപ്പിംഗ് ഫെയർ വാല്യൂ ക്യാപ്പ്. അതുപോലെ തന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്കർ ബ്ലോക്ക് പ്ലസ് FEG ഒരു സെറ്റപ്പ് മോഡലാണ് ഈ ഒരു യൂണിക്കോൺ മോഡൽ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ നിങ്ങൾ ബ്രേക്കർ ബ്ലോക്ക് എന്താണെന്നൊന്ന് ബേസായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മൾ മാർക്കറ്റിൽ ഇവിടെ നോക്കുമ്പോൾ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കാണാം. മാർക്കറ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തു, മുകളിലോട്ട് പോയി, ടാപ്പ് ചെയ്തു, മുകളിലോട്ട് പോയി, ദെൻ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇവിടെ മാർക്കറ്റ് വന്നു ഈ ഒരു റേഞ്ച്, ഈ ഒരു പ്രൈസ് റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോയി. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി. ഈ ഒരു ലോജിക്ക് തന്നെയാണ് നമ്മൾ ബ്രേക്കർ ബ്ലോക്കിലും ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയപ്പോൾ അവിടെ എന്താവും? ഓർഡർ ബ്ലോക്ക് ബ്രേക്കർ ബ്ലോക്ക് ആവും. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഒരു അപ് ട്രെൻഡിലുള്ള മാർക്കറ്റ് FEG ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ തന്നതിന് ശേഷം പ്ലസ് FEG നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഓക്കെ, ഇവിടെ ജസ്റ്റ് സ്മാർട്ട് മണി വർക്കായതുകൊണ്ടും നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോൺ, ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് വന്ന് വരുമ്പോൾ, അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എന്താണ് ഒരു ബൈ സൈഡിലോട്ട് നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ നടന്നില്ല എങ്കിൽ മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുക. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്താണ് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. അങ്ങനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് ഒരു ബ്രേക്കർ ബ്ലോക്ക് നമുക്ക് കിട്ടി. ഓക്കെ, അവിടെ സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ റെസിസ്റ്റൻസ് ആയി, ഇവിടെ ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ബ്രേക്കർ ബ്ലോക്കായി. അപ്പോൾ എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അങ്ങനെ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഉണ്ടായാൽ ആ ഒരു ബ്രേക്കർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വരുമ്പോൾ, അതായത് ആ ബ്രേക്കർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെൽ സൈഡിലോട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് എൻട്രി നമുക്ക് താഴോട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് മാത്രമല്ല പ്ലസ് FEG. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. എന്തുണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു FEG അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കിട്ടി. അങ്ങനെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയാൽ മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ FEG ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, അങ്ങനെ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള FEGയെ മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്ത് സെൽ സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം FEG, ഈ ഒരു FEGയെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രേക്കർ ബ്ലോക്ക് പ്ലസ് FEG, അതാണ് യൂണിക്കോൺ മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ചാർട്ടിൻ്റെ ബാക്കി ഭാഗം തന്നെ ഇവിടെ നോക്കുക. മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ മാർക്കറ്റ് തന്നു, മുകളിലോട്ട് പമ്പ് ചെയ്തു. പമ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഓർഡർ ബ്ലോക്ക് വെച്ചിരുന്നു. ആ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ്? ഒരു ബ്രേക്കർ ബ്ലോക്കായി. ഓക്കെ, ആ ഒരു മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിനെ സ്ട്രോങ് ആയിട്ട് FEG കൊണ്ട് ബ്രേക്ക് ചെയ്തു. എന്തുകൊണ്ട്? FEG അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? നമുക്കിവിടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് കിട്ടി, പ്ലസ് FEG കിട്ടി. ഓക്കെ,
അപ്പം ഈ ഒരു 2 കാര്യം കൂടി വന്നാൽ അത്രത്തോളം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, അത്രത്തോളം വിൻ റേറ്റ് ഉണ്ട് ആ ഒരു എൻട്രിക്ക്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് പ്ലസ് FEG, അതായത് ഈ ഒരു യൂണിക്കോൺ മോഡലിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ടിറങ്ങി പോകും. അത്രയും വിൻ റേറ്റ് കൂടുതലാണ് ആ ഒരു എൻട്രി മെത്തേഡിന്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് എന്താണ് യൂണിക്കോൺ മോഡൽ എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് യൂറോ USDയുടെ ഒരു 5 മിനിറ്റ് ചാർട്ടിലോട്ട് നമുക്ക് പോകാം. ഈ ഒരു യൂറോ USDയുടെ 5 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റും? മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു FEG ഉണ്ട്. ഒന്നാമത്തെ കാര്യം, മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഫസ്റ്റ് വൺ. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമാജിനേഷനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിനപ്പുറം മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. എന്താണ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു? ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ്? ബ്രേക്കർ ബ്ലോക്ക് കിട്ടി, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രേക്ക് കിട്ടിയപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത് സ്ട്രോങ് ആയിട്ടുള്ളൊരു FEG കൊണ്ടാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഒരു FEG കൂടെ കിട്ടും പ്ലസ് ബ്രേക്കർ ബ്ലോക്ക് പ്ലസ് FEG. ഇനി മാർക്കറ്റ് വന്ന് അവിടെ ആ ഒരു റേഞ്ചിൽ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്ന് ടാപ്പ് ചെയ്താൽ മാർക്കറ്റ് എന്താണ്? സെൽ സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് പോകും. അതാണ് യൂണിക്കോൺ മോഡൽ എന്ന് പറയുന്നത്. അതിനനുസരിച്ച് നമ്മളിവിടെ ഒരു സെറ്റപ്പൊക്കെ വെച്ചു. ഓക്കെ, ഒരു എൻട്രി സെറ്റപ്പ് വെച്ചു. യൂണിക്കോൺ മോഡൽ അനുസരിച്ച് നമ്മളൊരു എൻട്രി സെറ്റപ്പ് വെച്ചു. അങ്ങനെ സെറ്റപ്പ് വെക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു റേഞ്ച് വരെ നമ്മൾ എന്താണ് ടേക്ക് പ്രോഫിറ്റ് വെച്ചു. ഈ ഒരു സ്വിങ് വരെ നമ്മൾ ടേക്ക് പ്രോഫിറ്റ് വെച്ചു. നിങ്ങൾ മാക്സിമം 1:1 പൊസിഷൻ ആകുമ്പോൾ ഒരു ഹാഫ് പൊസിഷൻ നിങ്ങൾ എന്താവുക ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഹാഫ് പൊസിഷൻ വെച്ചിട്ട് താഴോട്ട് നോക്കുക, താഴോട്ട് നിങ്ങൾ ടേക്ക് പ്രോഫിറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് വന്നു ടാപ്പ് ചെയ്തു, ലോങ് വിക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലോങ് വിക്ക് റിജക്ഷനിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. എൻട്രി എടുത്തതിന് ശേഷം നമ്മളെ ടാർഗറ്റ് ഇവിടം വരെ വെക്കുന്നു. ഹാഫ് പൊസിഷൻ ആയപ്പോൾ നമ്മൾ ഹാഫ് മാർക്കറ്റ് മൂവ് ചെയ്ത് നിന്നപ്പോൾ നമ്മൾ ഹാഫ് പൊസിഷൻ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ബാക്കി നമ്മളുടെ ഈ ഒരു റേഞ്ച് വരെ, ഈ ഒരു സ്വിങ് വരെ നമ്മൾ നെക്സ്റ്റ് ആ ഒരു പ്രോഫിറ്റ് എടുക്കുന്നു. അപ്പോൾ ഇതാണ് എന്ത് യൂണിക്കോൺ മോഡൽ, ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ. ഓക്കെ, നല്ല വിൻ റേറ്റ് കൂടിയ ഒരു എൻട്രി മോഡലാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പ് സൈഡിലോട്ടുള്ളൊരു എൻട്രി മെത്തേഡ് നോക്കാം. നമ്മൾ ഡൗൺ സൈഡിലോട്ട് നോക്കി. ഓക്കെ, ഇനി അപ്പ് സൈഡിലോട്ട് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങി വരിക. എന്താണ്? മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് താഴോട്ടിറങ്ങി വരിക. അങ്ങനെ താഴോട്ടിറങ്ങി വന്ന മാർക്കറ്റ് ഇവിടെ ഒരു FEG തന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട് പ്ലസ് FEG ഉണ്ട്. നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഓക്കെ, ഒരു ഡിമാൻഡ് ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാര്യം എന്താണ്? ഇവിടെ FEG ഉണ്ട്, സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്. സോ ഇവിടെ വന്ന് ടാപ്പ് ചെയ്താൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിനപ്പുറം മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തത് കൂടാതെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു FEG കൂടെ കിട്ടി. ഇവിടെ ഒരു FEGയും കിട്ടി, ഇവിടെ നമുക്കൊരു ബ്രേക്കർ ബ്ലോക്ക് നമുക്ക് കിട്ടി. സോ നമുക്ക് ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ നമുക്ക് എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിലിന് താഴെയായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു FEG തന്ന ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതായത് FEG എന്ന് പറയുമ്പോൾ ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഇവിടെ ഈ ക്യാൻഡിലും ഈ ഒരു റെഡ് ക്യാൻഡിലും ഈ 2 ഗ്രീൻ ക്യാൻഡിലും കൂടി ചേരുമ്പം ഇവിടെ നമുക്കൊരു FEG കിട്ടി. സോ ഈ ഒരു റെഡ് ക്യാൻഡിലിന് താഴെയായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ദെൻ മാർക്കറ്റ് ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ പ്ലസ് FEGയിൽ മാർക്കറ്റ്, അതായത് ഈ ഒരു യൂണിക്കോൺ മോഡലിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി ബൈ സൈഡിലോട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഹാഫ് മാർക്കറ്റിൻ്റെ ഹാഫ് നമ്മൾ ഈ ഒരു ടേക്ക് പ്രോഫിറ്റ് വെക്കുമ്പോൾ അതിൻ്റെ ഹാഫിൽ മാർക്കറ്റ് എത്തുമ്പോൾ നമ്മൾ ഹാഫ് പൊസിഷൻ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ഓക്കെ, ബാക്കി വെച്ചിട്ട് മാർക്കറ്റിൽ ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു സ്വിങ് വരെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇത് ഗോൾഡിൻ്റെ 50 മിനിറ്റ് ചാർട്ടാണ്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് പമ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതാണ് യൂണിക്കോൺ എൻട്രി മോഡൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ബൈ സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നു, സെൽ സൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ഇവിടെ മറ്റൊരു പ്രോട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എൻട്രിയുടെ ആ ഒരു വിൻ റേറ്റ് നമുക്ക് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. എങ്ങനെ കൂട്ടാൻ പറ്റും? ഫസ്റ്റ് വൺ ടോപ്പ് ഡൗൺ അനലൈസിസ്, രണ്ടാമത്തെ മാർക്കറ്റ് ഡയറക്ഷൻ, മൂന്നാമത്തെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്.
ഓക്കെ, അതായത് ഈ ഒരു 3 കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു യൂണിക്കോൺ എൻട്രി മോഡലിൽ നമ്മൾ ഈ ഒരു 3 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 50 മിനിറ്റിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ചാർട്ട് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമിലെ ഡിമാൻഡ് ഏരിയയിലാണ്. ഓക്കെ, മാർക്കറ്റ് വന്ന് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തേക്കുന്നത് എന്താണ്? ഹയർ ടൈം ഫ്രെയിമിലെ ഒരു ഡിമാൻഡ് ഏരിയയിലാണ്. ഹയർ ടൈം ഫ്രെയിമിൽ ആ ഒരു ഡിമാൻഡ് ഏരിയയിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളതൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് മാറ്റുന്നു, ഒരു 50 മിനിറ്റിലോട്ട് മാറ്റുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ബ്രേക്കർ ബ്ലോക്ക് പ്ലസ് FEG, അതായത് ഒരു യൂണിക്കോൺ എൻട്രി മോഡൽ നമുക്കിവിടെ കിട്ടി. മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലോട്ട് ആ ഒരു ബൈ സൈഡ് എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എൻട്രി മെത്തേഡിൻ്റെ ആ ഒരു വിൻ റേറ്റ് കുറച്ചുകൂടി കൂട്ടാൻ പറ്റും, കുറച്ചുകൂടി കോൺഫിഡൻസ് ആവാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നമുക്ക് യൂണിക്കോൺ എൻട്രി മോഡൽ യൂസ് ചെയ്തുകൊണ്ട് എൻട്രി പുഷ് ചെയ്യാം. അത്രത്തോളം വിൻ റേറ്റ് കൂടുതലായിരിക്കും, അത് കൺഫേം ആണ്. ഓക്കെ, ഇനി കമ്പനി മൾട്ടിപ്പിൾ കീ ട്രേഡിംഗ് സോൺ, അതായത് ഇവിടെ ഞാൻ യൂണിക്കോൺ മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നെക്സ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ FEG പ്ലസ് IFEG. ഈ FEG പ്ലസ് IFEG എന്ന് പറയുന്നത് നല്ലൊരു എൻട്രിയാണ്, അതായത് നല്ല ക്വാളിറ്റിയുള്ള എൻട്രിയാണ്. എങ്ങനെയാണ് എന്നുള്ള കാര്യം കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ബ്രേക്കർ ബ്ലോക്ക് പ്ലസ് FEG നമ്മൾ നോക്കി. ഇനി ഒരു മാർക്കറ്റ് ഇവിടുന്ന് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ് ഡിറക്ഷൻ അപ്സൈഡാണ്. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്ത് പോയപ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു FEG കിട്ടി. ഒരു FEGയിൽ മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്ത് മുകളിലോട്ട് പമ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? FEG എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്, അവിടെ ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തില്ല ആ ഒരു ഈ ഒരു FEGയെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തില്ല, സ്ട്രോങ് ആയിട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്തു. അങ്ങനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൂടി കിട്ടും? ഈ ഒരു FEG. ഓക്കെ, ഈ ഒരു FEG എന്തായി? IFEG ആയി. എന്തായി? ഈ ഒരു FEG ഇൻവേഴ്സ്ഡ് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് മാറി. കൂടാണ്ട് ഈ ഒരു ഇൻവേഴ്സ്ഡ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് താഴോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു FEG ആണ് IFEG ആയിട്ട് മാറിയത്. സോ IFEG ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏരിയ ആണ്, അവിടെ വന്ന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് താഴോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഈ FEG അതുപോലെ തന്നെ IFEG അതുപോലെ തന്നെ ബ്രേക്കർ ബ്ലോക്ക് ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ കണ്ടൻറ്റ് നമ്മൾ ഓരോരോ ക്ലാസ് ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവും. ICT പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ പോയി വാച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു IFEGയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് താഴോട്ട് പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. പ്ലസ് നമുക്ക് എന്തുകൂടി ഇവിടെ കിട്ടി? FEG കൂടെ കിട്ടി. ഓക്കെ, ഇവിടെ മാർക്കറ്റിൽ എന്തുണ്ട്? IFEG ഉണ്ട്. പ്ലസ് ഇവിടെ മാർക്കറ്റ് ഈ ഒരു FEGയെ ബ്രേക്ക് ചെയ്തത് സ്ട്രോങ് ആയിട്ടുള്ളൊരു മറ്റൊരു FEG കൊണ്ടാണെങ്കിൽ ഇവിടെ നമുക്ക് IFEG പ്ലസ് FEG നമുക്ക് കിട്ടി. അങ്ങനെ മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്താൽ താഴോട്ട് നമുക്കൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഓക്കെ, താഴോട്ട് നമുക്ക് സെൽ സൈഡ് എൻട്രി പുഷ് ചെയ്യാം. വളരെ ചാൻസ് കൂടുതലാണ് പ്രോഫിറ്റിലോട്ടെത്താൻ. ഓക്കെ, വിൻ റേറ്റ് വളരെയധികം കൂടുതലാണ് IFEG പ്ലസ് FEG എൻട്രി മോഡലിന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് EURUSDയുടെ ഒരു 50 മിനിറ്റ് ചാർട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു 50 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണാം. ഓക്കെ, ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് പമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു FEG കിട്ടി. എന്ത് കിട്ടി? ഒരു FEG കിട്ടി. ഈ ഒരു FEG നമുക്കിവിടെ കിട്ടിയതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു FEGയിൽ വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ഈ ഒരു FEGയിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. എന്താണ്? ഈ ഒരു FEGയെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്തു? മറ്റൊരു FEG ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഇവിടെ FEG ഉണ്ട്. ഓക്കെ, ഇവിടെ FEG ഉണ്ട്. ഇനി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ക്യാൻഡിലാണല്ലോ ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് മറ്റൊരു FEG കൂടി കിട്ടി. ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് മറ്റൊരു FEG കൂടി കിട്ടി. സോ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ FEG എന്തായി? IFEG ആയി. ഈ ഒരു IFEG ആയി. പ്ലസ് നമുക്കിവിടെ ഒരു FEG കൂടെ കിട്ടി. ഓക്കെ, അപ്പം IFEG പ്ലസ് FEG, അതായത് ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്.
ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങോട്ട്? സെൽ സൈഡിലോട്ട്. അപ്പം ഈ രീതിയിലാണ് IFEG പ്ലസ് FEG എൻട്രി മോഡൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു ബൈ സൈഡിലോട്ട്, ഇവിടെ നമ്മൾ സെൽ സൈഡിലോട്ട് നോക്കി, ഇനി ബൈ സൈഡിലോട്ട് നോക്കുമ്പോൾ എന്താണ്? ഇവിടെ മാർക്കറ്റ് എന്തുണ്ട്? ഒരു FEG ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ളൊരു FEG ഉണ്ട്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ച് വന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു FEGയെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. സോ ആ ഒരു FEG എന്തായി? IFEG ആയിട്ട് മാറി, അതായത് ഇൻവേഴ്സ്ഡ് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് മാറി. പ്ലസ് മാർക്കറ്റ് ഈ ഒരു FEGയെ ബ്രേക്ക് ചെയ്തത് മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള FEG കൊണ്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു എൻട്രി മുകളിലോട്ട് പുഷ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻവേഴ്സ്ഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അതാണ് ഈ ഒരു എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, IFEG പ്ലസ് FEG ആണ് ഈ ഒരു എൻട്രി മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട് മാർക്കറ്റിൽ മുകളിലോട്ട് എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഈ ഒരു റേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നമ്മൾ ഈ ഒരു റേഞ്ചിലൊക്കെ വന്ന് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെയധികം കൂടുതലായിരിക്കും. എന്താണ്? സ്റ്റോപ്പ് ലോസ് വളരെയധികം കൂടുതലായിരിക്കും. സോ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഫിബ് എടുക്കുക. ഓക്കെ, അത്രത്തോളം നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. സോ നമ്മൾ ഫിബ് നമ്മൾ യൂസ് ചെയ്യുക. ഫിബ് യൂസ് ചെയ്തതിന് ശേഷം ഏകദേശം ഈ ഒരു 50% നിന്ന് മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു 50 to 61.8 അല്ലെങ്കിൽ 78.6 ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് മുകളിലോട്ട് ആ ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് IFEG പ്ലസ് FEG. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തന്ന മറ്റൊരു എൻട്രി മോഡലാണ് ബ്രേക്കർ ബ്ലോക്ക് പ്ലസ് FEG. അപ്പോൾ യൂണിക്കോൺ മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. വളരെയധികം വിൻ റേറ്റ് കൂടിയ ഒരു എൻട്രി മെത്തേഡാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു IFEG പ്ലസ് FEG നിങ്ങൾ എൻട്രി നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് വന്ന് ഈ ഒരു പ്രൈസ് റേഞ്ച് മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഡിമാൻഡ് ഏരിയ ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു റേറ്റിന് അത്രത്തോളം ഈ ഒരു പ്രൈസ് റേഞ്ചിന് അത്രത്തോളം മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. എങ്ങനെ? ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വന്ന് ഈ ഒരു റേഞ്ച് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഡിമാൻഡ് സോൺ കൂടിയാണെങ്കിൽ. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ നോക്കി എൻട്രി പുഷ് ചെയ്താൽ അത്രത്തോളം എന്തുണ്ടാവും? അത്രത്തോളം വിൻ റേറ്റ് കൂടുതലായിരിക്കും. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് IFEG പ്ലസ് FEG, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ബ്രേക്കർ ബ്ലോക്ക് പ്ലസ് FEG നിങ്ങൾക്ക് എൻട്രി ചൂസ് ചെയ്യാം. ഓക്കെ, അത്രത്തോളം വിൻ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം ഇതാണെങ്കിലും നിങ്ങൾ ഈ ഒരു സെയിം സ്ട്രാറ്റജി ലൈവ് മാർക്കറ്റിൽ മിനിമം ഒരു 100 times എങ്കിലും നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം കോൺഫിഡൻസ് ആവുക. എന്നിട്ട് റിയൽ മണി യൂസ് ചെയ്തിട്ട് സ്ട്രാറ്റജികൾ യൂസ് ചെയ്ത് ആര് പറഞ്ഞിരുന്ന സ്ട്രാറ്റജി ആണെങ്കിലും എവിടെ പറഞ്ഞിരുന്ന സ്ട്രാറ്റജി ആണെങ്കിലും മിനിമം 100 times എങ്കിലും നിങ്ങൾ റിയൽ മാർക്കറ്റിൽ നിങ്ങൾ നോക്കുക. എന്നിട്ട് ആ സ്ട്രാറ്റജി യൂസ് ചെയ്ത് റിയൽ മണി യൂസ് ചെയ്ത് നിങ്ങൾ എൻട്രി പുഷ് ചെയ്യുക. ഓക്കെ, കാര്യം മണിക്ക് അത്രയും വാല്യൂ ഉള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.